welcome to Vimala's Mini Kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പലഹാരമാണ് ഊത്തപ്പം. അപ്പൊ ഊത്തപ്പം എങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ അത് തന്നെ കാണിച്ചു തരാം. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്താന്ന് നമുക്ക് നോക്കാം. പച്ചരി 1/2 ഗ്ലാസ്, നാളികേരം ഒരു കുഞ്ഞ മുറിക്കണമെങ്കിൽ ഒരെണ്ണം, വലുതാണെങ്കിൽ ഒരു 1/2 മുറി മതിയാവും. പിന്നെ ഉള്ളി നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ചിലർക്ക് ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, അപ്പോൾ കുറച്ച് ഉള്ളി മതി, കുറച്ച് ഉള്ളി. ജീരകം ഒരു 2 നുള്ളൊക്കെ ഇടാം. പിന്നെ നമുക്ക് ആവശ്യം ഉപ്പ്, വെള്ളം, അത്ര നമുക്ക് ആവശ്യമുള്ളൂ. പച്ചരി നമുക്ക് മിക്സിയിൽ ഇടാം. അതിലേക്ക് നാളികേരം, പിന്നെ ജീരകം ഇടുക, ഉള്ളിയും കൂടി ഇടുക, ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇങ്ങനത്തെ സ്പൂണൊക്കെ ആണെങ്കിൽ ഒരു 3/4 സ്പൂണൊക്കെ മതിയാവും. ഇനി അത്ര ഗ്ലാസ്, ഒരു ചെറിയ ഗ്ലാസ്സിന് അതിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. അരക്കുക. അരച്ചിട്ടുണ്ട്. നല്ലോണം അരക്കുന്നില്ല, ഒരു തരി കുറേശ്ശെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവുന്നത്. ചിലർക്ക് നല്ലോണം അരക്കണം എന്നുള്ളവർക്ക് അരയ്ക്കാം. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റുക. നമുക്കിനി ഉണ്ടാക്കി നോക്കാം. നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ വെള്ളയപ്പച്ചട്ടിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചീനച്ചട്ടി ഉള്ളതെന്ന് വെച്ചാൽ കുഞ്ഞ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് വെളിച്ചെണ്ണ കുറച്ച്, അല്ലെങ്കിൽ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് നേരം ചീനച്ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ചട്ടി ചൂടായിട്ട് ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ, എത്ര വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ അധികം ഇഷ്ടമുള്ളവർക്ക് അധികം ഒഴിക്കാം. ഇങ്ങനെ പരത്തിങ്ങനെ ഒഴിച്ച് ഒന്ന് കലക്കിയിട്ട്, പരത്തൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. എന്നിട്ട് ഒന്ന് മൂടി വെക്കണം. തീ ഒന്ന് കുറച്ച് വെക്കുക. അതെന്താ പരത്താത്ത? അത് ദോശയല്ലല്ലോ, നമ്മൾ ഊത്തപ്പല്ല ഉണ്ടാക്കണം. അപ്പോൾ ദോശയെ പോലെ പരത്തി അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ തിന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പ്ലേറ്റ് പ്ലേറ്റ് ഇതിൽ ഇടണ്ട, അങ്ങനെ എടുത്ത് നന്നാക്കി ഇടാൻ പറ്റുമോ? ഇത്ര ടൈം വെച്ചാൽ 5 മിനിറ്റ് ആണ്. ഇനിയിപ്പോൾ അഥവാ തീ ഇത്തിരി കൂടുതലൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് വായോ ഇല്ലെന്ന് ഒന്ന് പൊക്കി ഇങ്ങനെ നോക്കാം. ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി വെച്ച് കൊടുക്കാം. എന്നിട്ടാവുമ്പോൾ എടുക്കുക. ഇത്ര ഉള്ളൂ. അത് കഴിയുക, തിന്നുക. ഈസിയാണ്, തിന്നാൻ ഈസിയാണ്. ഇത് വെന്തിട്ടില്ല, ഇത്തിരി കൂടി വേവാണ്ട്. ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നടുഭാഗം നല്ല ഇതിൽ ഇങ്ങനെ വീർത്തിരിക്കും, പൊന്തിരിക്കും. ഇങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഇതെന്തിനാ മറച്ചിടണ? വെള്ളയപ്പ ചട്ടിയിലായ കാരണം ഇത് വേഗം ചൂടാവല്ല, അതുകൊണ്ട് ഇത് ഉൾവശം ശരിക്കും ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ മറച്ചിട്ട് തന്നെ. ചീനച്ചട്ടിയിലാണ് ഞാൻ മറച്ചിടേണ്ട ആവശ്യമില്ല, അങ്ങനെ എടുത്താൽ മതി. ഞാൻ ഈ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം എങ്ങനെയാണ്. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയിൽ വന്നില്ലേ വെള്ളയപ്പ ചട്ടിയിൽ. ഇത് മൂടി വയ്ക്കുക. ഇതിനായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. സത്യം വലിയ അമ്മ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചേ? ഇത് എനിക്ക് എൻ്റെ അമ്മ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാക്കി തരുന്ന സാധനമാണ്. അപ്പൊ അന്നൊന്നും നമുക്ക് മിക്സി ഇല്ലല്ലോ. പണ്ട് കാലത്തൊന്നും ഞാൻ പഠിക്കാൻ പോകുമ്പോൾ ഒന്നും മിക്സി ഇല്ല നമ്മുടെ വീട്ടിലൊന്നും. അപ്പൊ അമ്മ അമ്മിക്കല്ലും അരച്ച് ഉണ്ടാക്കി അങ്ങോട്ട് തരും. ആ ടേസ്റ്റ്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. തുറന്നിട്ട് നമുക്ക് ഇതെടുത്ത് നോക്കാം. ഏതാ കാണാൻ ഭംഗിയതാ? ഇതല്ല, ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയതല്ലേ. അപ്പൊ ടേസ്റ്റ് നോക്കി നോക്കിയാ, ഏതാ ടേസ്റ്റ് എന്ന് നോക്കിക്കാ. അതിൻ്റെ അരിഭാഗമൊക്കെ നല്ല മുരുമുരിയാണ്. ഇത് ചീനച്ചട്ടിയിൽ ഒഴിക്കുന്നതാണ് അരിഭാഗം മുരുമുരിയാണ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അല്ല, ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതല്ലേ ടേസ്റ്റ് കൂടുതൽ. നല്ല സൈഡൊക്കെ നല്ല മുരുമുരിയായിരിക്കും. വേറെ കറിയൊക്കെ ഉണ്ടോ? കറിയൊന്നും ആവശ്യമില്ല. ഇനി ആവശ്യമുള്ളവർക്ക് ചിക്കൻ കറിയാ, മീൻ കറിയാ, മുട്ടക്കറിയൊക്കെ കൂട്ടി കഴിക്കാം. എനിക്ക് തന്നെ കഴിക്കാനാണ് ഇഷ്ടം. ഞാൻ കറിയൊന്നും കൂട്ടി കഴിക്കാറില്ല. ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഒരിത്തിരി വെളിച്ചെണ്ണ, പിന്നെ നിറച്ചെടുക്കണം. ലേശം കൂടി ഇട്ടു, ലേശം. ഇനി എത്ര മിനിറ്റ് വേണം? 5 മിനിറ്റ്. അയ്യോ, ഇനി പതുക്കെ അങ്ങോട്ട് കേട്ടോ, പതുക്കെ മറച്ചിട്ടോ അങ്ങോട്ട്. അങ്ങനെ എങ്ങനെയാണ് പഠിക്കുക? എടുക്കും.
കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക, അത് എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയാണെന്നൊന്ന് നോക്കി നോക്കുക. എന്നിട്ട് ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ. തിന്നാന്ന് വെച്ചിട്ട് ഞാൻ